സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ രസകരമായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ വരുന്നത്. ലോകമാധ്യമങ്ങളൊക്കെയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രംപിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുന്നത് ഇറാന്റെ ഊർജ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളെ ആക്രമിക്കുമെന്ന് ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. 48 മണിക്കൂർ ഡെഡ് ലൈന് ഇറാന് കൊടുത്തുകൊണ്ട് ഹോർമുസ് തുറന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ ഊർജ സംവിധാനങ്ങളെയും ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളെയും അടിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ആ ഡെഡ് ലൈനിൽ നിന്നാണ് ട്രംപ് സംസാരിക്കുന്നത്. ഞാൻ 5 ദിവസത്തേക്ക് ഇറാനിൽ യാതൊരു ആക്രമണവും നടത്തരുതെന്ന് യുദ്ധകാര്യ വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇറാനിൽ 5 ദിവസത്തേക്ക് ആക്രമണങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. പക്ഷേ ഇതൊരു വളരെ രസകരമായ ഒരു വാർത്തയും കൂടിയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നമ്മൾ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെന്ന് മാത്രമല്ല ലോകത്തെ ബഹുഭൂരിപക്ഷം അനലിസ്റ്റുകളും ഇത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. കാരണം ട്രംപ് പെട്ടിരിക്കുകയാണ്. ട്രംപ് ഇസ്രയേലിന്റെ ചതിക്കുഴിയിൽ വീണുകൊണ്ട് ട്രംപ് അമേരിക്കയും വളരെ വലിയ പെടാപ്പാടിലാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ, ഇറാനുമായി നടത്തുന്ന യുദ്ധത്തിൽ പെട്ടത് എന്ന വാർത്ത നമ്മളൊക്കെയും പറഞ്ഞുള്ളതാണ്. ഇപ്പോൾ ഏകപക്ഷീയമായി ട്രംപ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഇറാനിൽ ഒരു വെടിനിർത്തൽ ഞാൻ പാസാക്കുകയാണ്, 5 ദിവസത്തേക്ക് ഇറാനെ ഇനി ആക്രമിക്കുകയില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇറാൻ പറയുന്നു അത്തരത്തിൽ ഒരു സംഭാഷണവും നടന്നിട്ടില്ല എന്ന്. ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുന്നത് ഇറാനിയൻ നേതാക്കളുമായി ഞാൻ സംസാരിക്കുന്നുവെന്നും അവർ ഒരു കരാറിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്നും മുമ്പ് ഒരുപാട് തവണ ഇത്തരത്തിൽ പറഞ്ഞതാണ്. ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഇറാനികൾ ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നു എന്ന് അന്നൊക്കെയും ഇറാൻ ഈ വിഷയങ്ങളൊക്കെയും നിഷേധിച്ചതുപോലെ തന്നെ ഇന്ന് ഇറാന്റെ വാർത്താ ചാനലുകളിലൊക്കെയും വിദേശകാര്യ വകുപ്പിൽ നിന്നുമുള്ള അറിയിപ്പ് അവർ തേടിയതിന് ശേഷം ഇത്തരത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം അവർ പറയുന്നു അത്തരത്തിൽ ഒരു സംഭവം തന്നെ ഇല്ല, ഞങ്ങളുമായി ട്രംപിന്റെ വ്യക്തികളോ ഞങ്ങളുമായി ബന്ധപ്പെട്ടില്ലെന്നും അത്തരത്തിലൊരു സംസാരം ഉണ്ടായിട്ടില്ലെന്നുമാണ് അവിടെ നിന്ന് വരുന്ന വാർത്ത. അതായത് നമുക്കറിയാം, ഇത്തരത്തിൽ ഇറാനിൽ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളെയും ഊർജ സംവിധാനങ്ങളെയും അമേരിക്കയോ ഇസ്രയേലോ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ വളരെ വലിയ ഒരു ഭീഷണി മുഴക്കിയിരുന്നു. അമേരിക്കയുടെ കീഴിലുള്ള പ്രദേശത്തെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളും ഞങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ഞങ്ങൾ ഇല്ലാതാക്കി കളയും, മണിക്കൂറുകൾ കൊണ്ട് എവിടെയും ഞങ്ങൾ ആക്രമിച്ച് തകർത്തു കളയും എന്നൊരു വലിയ ഭീഷണി മുഴക്കിയിരുന്നു. ഈ ഒരു ഭീഷണിയിൽ ട്രംപ് കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ അതിൽ വീണുപോയി എന്ന് തന്നെ വേണം പറയാൻ.